മാധ്യമ പ്രവർത്തനത്തിന് തീർച്ചയായും വളരെ ആവേശനിർഭരമായ ഒരു ഭൂതകാലമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തിലെവിടെയും അടിച്ചമർത്തപ്പെട്ട മനുഷ്യന്റെ നാവായി പ്രവർത്തിച്ച ഒരു അനുഭവ പരിസരം മാധ്യമ പ്രവർത്തനത്തിനുണ്ട്. മാത്രവുമല്ല, ദേശീയ വിമോചനം, സാമൂഹ്യ പരിഷ്കരണം തുടങ്ങിയിട്ടുള്ള മഹത്തായ ലക്ഷ്യങ്ങളുടെ ഭാഗമായി കൂടിയാണ് മിക്കയിടത്തും മാധ്യമ പ്രവർത്തനം തുടങ്ങിയതും കരുത്താർജിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലമൊക്കെ നമുക്ക് ഓർമ്മിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചതിൻ്റെ കൂടി ഭാഗമായി വളരെ നിഷ്ഠൂരമായ അടിച്ചമർത്തലുകളെയും മാധ്യമങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരു നീണ്ട ഉദാഹരണങ്ങളുടെ ചരിത്രം നമുക്ക് വിശദീകരിക്കാനാവും. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. രാജ്യത്ത് പൊതുവെയും കേരളത്തിലും അത്തരം അനുഭവങ്ങൾ നമുക്ക് ഓർമ്മയിൽ നിന്നും വിശദീകരിക്കാനാവും. ലോകത്തെല്ലായിടത്തും സമാനമായ അനുഭവങ്ങളുണ്ട്. ഒറ്റ വാചകത്തിൽ അതിനെ ചുരുക്കിയാൽ മാധ്യമങ്ങളുടെ ചരിത്രം എന്നത് അടച്ചുപൂട്ടിയ മാധ്യമങ്ങളുടെയും തുറങ്കിലടയ്ക്കപ്പെട്ട പത്രാധിപന്മാരുടെയും കൂടി ചരിത്രമാണ്. അതാണ് വിശദീകരണങ്ങൾ ഒഴിവാക്കാൻ അത്രയും മാത്രമേ ഞാൻ പറയുന്നു. എന്നാൽ മാധ്യമം ഒരു ലക്ഷണമൊത്ത വ്യവസായമായി പിന്നീട് മാറുന്നുണ്ട്. അത് ഒരു പടി കൂടി കടന്നിപ്പോ ഒരു കുത്തക വ്യവസായമായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. വർത്തമാനകാല മാധ്യമ ലോകം എന്നത് ഒരു കുത്തക വ്യവസായത്തിന്റെ അനുഭവങ്ങളാണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായും ആ മാറ്റം നമ്മളിപ്പോ പലതരത്തിൽ വിമർശന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രശ്നം ഒരു കുത്തകവൽക്കരണത്തിൻ്റെത് കൂടിയാണ്. അമേരിക്കയിലെ 90% മാധ്യമങ്ങളെയും ഇന്ന് നിയന്ത്രിക്കുന്നത് 6 കമ്പനികളാണ് എന്ന് നമ്മുടെ പേപ്പറിൽ പരാമർശിച്ചിട്ടുണ്ട്. 6 കുത്തക കമ്പനികളാണ് 90% മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത്. ബ്രിട്ടനിലേക്ക് എത്തുമ്പോൾ അത് 3 കമ്പനികളായി ചുരുങ്ങുന്നുണ്ട്. ബ്രിട്ടനിലെ 90% മീഡിയയെയും നിയന്ത്രിക്കുന്നത് 3 കുത്തക കമ്പനികളാണ്. നമ്മുടെ രാജ്യത്ത് കുത്തകവൽക്കരണം വളരെ ശക്തമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അംബാനി അവകാശപ്പെട്ടത് 72 ടെലിവിഷൻ ചാനലുകൾ അവരുടെ നിയന്ത്രണത്തിലാണ് എന്നാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഗണ്യമായ അളവും അവരിലൂടെയാണ് വാർത്തകൾ കാണുന്നത് എന്നർത്ഥം. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥിതിവിവര കണക്കുകൾ നമ്മുടെ മുൻപിലുണ്ട്. നോം ചോംസ്കി തന്നെ മുൻപൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്, ലോകമെമ്പാടുമുള്ള മെയിൻ സ്ട്രീം മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂഷ്യം അതിൻ്റെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ്. അതിന്റെ കാരണം തേടി നമ്മൾ അലയേണ്ട കാര്യമില്ല. അതിന്റെ കാരണത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആരുടേതാണ് മാധ്യമങ്ങൾ എന്നതാണ് വളരെ പ്രസക്തമായ കാര്യം. മാധ്യമ ഉടമയുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളുമാണ് മാധ്യമത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് കുത്തകകളാണ് എന്നതുകൊണ്ട് കുത്തകകളുടെ താല്പര്യങ്ങളും രാഷ്ട്രീയവുമാണ് മാധ്യമങ്ങളിലൂടെ ഇന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നതാണ് വസ്തുത. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യഥാർത്ഥ ചിത്രം ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്. അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയായിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ നിരാശാഭരിതമായ ഒരു കാലത്തും പ്രതീക്ഷയുടെ ഒരു മിന്നാമിനുങ്ങിന്റെ നുറുകുവട്ടമായി നമുക്ക് കണക്കാക്കാവുന്ന അത്തരം ചില അനുഭവങ്ങളും കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ മർഡോക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഫോക്സ് ടെലിവിഷൻ ന്യൂസിലെ 2 മാധ്യമ പ്രവർത്തകർ ജോലി രാജിവെച്ചത്. ഞാനിപ്പോഴും അവരുടെ പേര് ഓർത്തിരിക്കുന്നുണ്ട്. ജുമാന കറക്ഷ, അതുപോലെ സബീൻ സബാഗ്. ഇതാണ് 2 പേർ. അവർ ജോലി രാജിവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ നുണ പറഞ്ഞു മടുത്തു എന്നാണ്. ഞങ്ങൾ നുണ പറഞ്ഞു മടുത്തു, ഇനി വയ്യ എന്നാണ്. അന്ന് ഇസ്രായേലിന്റെ അധിനിവേശം ലെബനന്റെ മേൽ നടക്കുന്ന ഒരു കാലമാണ്. ഏകപക്ഷീയമായ ഇസ്രായേലി ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമ്പോഴും അതിന് ഘടകവിരുദ്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. അതാണ് പ്രശ്നം.
അങ്ങനെ ഇനി എത്ര തന്നെ പ്രതിഫലം ലഭിച്ചാലും ഈ നുണ പറഞ്ഞുള്ള ജീവിതം വയ്യ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇപ്പൊ ഗസയിലെ മനുഷ്യക്കുരുതിയെ കുറിച്ച് നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട് സമീപ ദിവസങ്ങളിലെ കാര്യങ്ങൾ. ആ ഘട്ടത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് മാഗസിനിലെ 2 പേർ, ആനി ബോയാറും ജാസ്മിനി ഹ്യൂംസും അവിടെ നിന്ന് പടിയിറങ്ങി. അത് ആ മാധ്യമം ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനോടുള്ള പ്രതികരണമാണ്. ഗസയിലെ മനുഷ്യക്കുരുതിയുടെ ഘട്ടത്തിൽ പോലും മനസാക്ഷിയില്ലാതെ വാർത്ത ചെയ്യേണ്ടി വരുന്നതിനുള്ള നിസ്സഹായതയുടെ ോടുള്ള പ്രതികരണമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ. ഗുസ്തി താരങ്ങൾ നടത്തിയ ഒരു സമരം സമീപകാലത്ത് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജന്തർ മന്ദറിൽ അവരുടെ സമരം നടക്കുമ്പോഴാണ്, ആ സമരത്തിന്റെയൊക്കെ പശ്ചാത്തലം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും, ഞാൻ വിശദീകരിക്കുന്നില്ല. പഞ്ചാബി ടെലിവിഷൻ ചാനലായ PTCയുടെ റിപ്പോർട്ടർ പ്രവീൺ അഹ്ലാവത്ത് അദ്ദേഹം ജോലി രാജിവെക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, എന്റെ കൺമുന്നിൽ ഈ സമരം നടക്കുമ്പോഴും അത് റിപ്പോർട്ട് ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന്. ഇതിങ്ങനെ സഹിച്ചു പോകാനാവില്ല എന്ന്. വേറെയും ചില ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവാം, ഞാൻ നീട്ടുന്നില്ല. പക്ഷെ മലയാളത്തിൽ ഇത്തരത്തിലുള്ള അനുഭവമൊന്നും ഉള്ളതായിട്ട് അറിയില്ല. ചിലപ്പോൾ നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം, ഏതായാലും അങ്ങനെ അധികം കേട്ടിട്ടില്ല. പ്രശ്നം മാധ്യമലോകം കുത്തകവൽക്കരിക്കപ്പെടുകയും സത്യം ജനങ്ങളിൽ എത്തുന്നത് എന്ത് വില കൊടുത്തും തടയപ്പെടുകയും സത്യമെന്ന നിലയിൽ വാർത്തകൾ അവതരിപ്പിക്കപ്പെടുകയും പ്രതീതിയുടേതായ ഒരു ലോകം നിർമ്മിക്കപ്പെടുകയും ചെയ്യുമ്പോഴും പ്രതീതി ലോക നിർമ്മാണത്തിൽ മുഴുകിയിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള പല മാധ്യമ പ്രവർത്തകരും തങ്ങൾ ഉദാത്ത മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്ന് വിശ്വസിക്കുകയും മേനി നടിക്കുകയും ചെയ്യുന്നവരാണ് എന്നുകൂടിയാണ്. കുറച്ചു നാൾ മുൻപാണ് മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ സർക്കാരിനെതിരായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായി ഒരു ദിവസം ചർച്ച ചെയ്യാനെടുത്ത വിഷയത്തിന്റെ തലക്കെട്ട് ഞങ്ങൾ മിണ്ടും എന്നായി. ഞങ്ങൾ മിണ്ടും. മറ്റൊരു പ്രമുഖ ചാനലും ഏറെക്കുറെ ആ തലക്കെട്ട് തന്നെ എടുത്തെന്ന് ചർച്ച ചെയ്യും. പ്രശ്നം ഒരു പരാതിയിന്മേൽ FIR ഇട്ടതാണ്. മാധ്യമ പ്രവർത്തകർക്ക് എതിരെ ഒരാൾ ഒരു പരാതി കൊടുത്താൽ FIR ഇടുക എന്നത് സാധാരണ നടപടിക്രമമാണ്. പരാതി കഴമ്പില്ലാത്തതാണെങ്കിൽ അന്വേഷണം നടത്തിയിട്ട് തള്ളിക്കളയും. അത് നിലവിൽ നിൽക്കുന്ന ഒരു നിയമമാണ്. കഴമ്പുള്ളതാണ്, തെളിവുള്ളതാണ്, കേസ് എടുക്കുകയും ചെയ്യും, അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തില്ല. പക്ഷെ ആ ഘട്ടത്തിലാണ് ഇത് ഞങ്ങളെ നിശബ്ദരാക്കാൻ നോക്കുകയാണ്, വായ മൂടിക്കെട്ടാൻ നോക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അതൊന്നും വഴങ്ങില്ല, ഞങ്ങൾ മിണ്ടും എന്നതായി. ഒരു നല്ല കാര്യമാണ്. പക്ഷെ പ്രശ്നം ഒരു ചാനൽ എന്നൊന്നും പറയണ്ട, മലയാള മനോരമ ചാനലാണ് ആദ്യമായിട്ട് അത്ര ശക്തമായിട്ട് തുടങ്ങി വെച്ചത്. അതിലെ ഒരു കൗതുകരമായ വസ്തുത, ലോയ ദുരൂഹ സാഹചര്യത്തിൽ ജസ്റ്റിസ് ലോയ മരിച്ച അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ലോയയുടെ കൊലപാതകം എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്നുണ്ട്, എന്തോ ആവട്ടെ. അത് സംബന്ധിച്ച അന്വേഷണാത്മകമായ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി കാരവൻ. ആ റിപ്പോർട്ട് തയ്യാറാക്കിയ ലേഖകന്റെ പേര് നിരഞ്ജൻ ധാക്കലെ എന്ന്. നമ്മുടെ രാജ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട റിപ്പോർട്ട്. അതിന്റെ പേരിൽ ഒരുപാട് പ്രതികാര നടപടികൾ ആ സ്ഥാപനം ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടി വന്നു. പ്രശ്നം നിരഞ്ജൻ ധാക്കലെ യഥാർത്ഥത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ദ വീക്കിലാണ്, മലയാള മനോരമയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തത്. ആ സ്ഥാപനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പക്ഷെ ആ സ്ഥാപനത്തിലൂടെ അല്ലെങ്കിൽ ദ വീക്കിലൂടെ അതിന് വെളിച്ചം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഞങ്ങൾ മിണ്ടും എന്ന് പറയുന്നത് കേരളത്തിലാണ്. കാസർഗോഡ് കഴിഞ്ഞാൽ ഞങ്ങൾ മിണ്ടില്ല എന്നാണ് അർത്ഥം. ഈ അതിർത്തിക്ക് അകത്ത് മാത്രമാണ് മിണ്ടാനാവുക. അദ്ദേഹം പലതവണ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടും തന്റെ പുറം ലോകം കാണേണ്ട ഈ അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തു വരില്ല എന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹത്തിന് മറ്റൊരു സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടി വന്നു, അതിലൂടെ പുറത്തു വന്നു. അപ്പോ എവിടെ മിണ്ടണം എന്നും എവിടെ മിണ്ടരുത് എന്നുമുള്ള വിവേചന ബുദ്ധി കൂടി മലയാള മാധ്യമങ്ങൾക്കുണ്ട്, മാധ്യമ പ്രവർത്തകർക്കുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട് എന്നതിന്റെ തെളിവാണ്. ഓച്ചാനിച്ച് നിൽക്കേണ്ടിടത്ത് ഓച്ചാനിച്ച് നിൽക്കാനും മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിക്കാനും ശക്തിയായി ആക്രമണം നടത്തേണ്ടിടത്ത് അത് നടത്താനും ഇവരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല.